ഒത്തിരി ദിവസമായിട്ടുള്ള പരിപാടികൾ നാളെ അവസാനിക്കുമ്പോൾ കഷ്ടപ്പെട്ടെങ്കിലും സങ്കടം തോന്നുന്നുണ്ടോ അല്ലെ? എത്ര രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവചൈതന്യങ്ങളുടെ മുന്നിൽ ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾക്കതിൽ വേദന തോന്നാറില്ല, സങ്കടം തോന്നാറില്ല. എല്ലാ പണികളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ നാളത്തെ പുലർച്ച ഉച്ചയോടുകൂടി പരിപാടി കഴിയുമ്പോൾ മറ്റൊന്നവരുടെ സൈലന്റായി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര ദിവസമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഉത്സവം കണ്ടു മടങ്ങുന്ന നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ക്ഷണിക്കാതെ തന്നെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഉത്സവം നാളത്തോടു കൂടി സമാപിക്കുമ്പോൾ വേദന എനിക്കും കൂടിയുണ്ട്. കാര്യം 2-3 പ്രോഗ്രാമിൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും ഈ വേദിയിൽ കണ്ണിയാവാൻ പറ്റി. അതോടൊപ്പം തന്നെ നല്ലൊരു നാട്ടുകാരാണ് കേട്ടോ. സംഘാടക സമിതി സത്യം തുറന്നു പറയുകയാണ്, നല്ല ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എന്തൊരു സ്നേഹമാണ് കേട്ടോ. കാരണം ഈ ഒരു പരിപാടി വേദിയുടെ ഓരോ പരിപാടികളും വേദിയിലെത്താൻ ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പ്രോഗ്രാമിംഗ് കമ്മിറ്റികൾക്ക്. സമയം ഇത്തിരി അങ്ങോട്ടും മാറ്റം വരുമ്പോഴും അതിനൊക്കെ എത്രയോ ആൾക്കാരുടെ ചീത്തയൊക്കെ കേൾക്കേണ്ടി വരും. എന്നിരുന്നാലും അതിന്റെ പരിപൂർണതയിൽ നല്ല രീതിയിൽ നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മോടൊപ്പം നിൽക്കുന്ന സംഘാടക സമിതി വളരെ നന്ദി അറിയിക്കുന്നു. വളരെ റെസ്പെക്റ്റോടെ ഞാൻ തന്നെ പറയുകയാണ്. അടുത്ത ഗാനം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, വീണ്ടും കൈലാസനാഥനെ കുറിച്ചുള്ള നല്ലൊരു ഗാനമാണ്. പക്ഷേ SPB സാറിന്റെ ഒരു ട്രൈബ്യൂട്ട് കൂടിയാണ്. ഇത്രയും മനോഹരമായൊരു ശങ്കരണാഭരണം എന്ന മൂവിയിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം കൈലാസനാഥനെ കുറിച്ച് ഇത്രയും മനോഹരമായ ഗാനം പിറന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആ അതിമനോഹരമായ ഗാനവുമായി വേദിയിലേക്ക് വീണ്ടും ദർശകനെ ക്ഷണിക്കുന്നു.